പിന്നീട് ഏതൊക്കെ സ്ഥാനങ്ങളിലായിരുന്നു? ഇപ്പൊ വിജയ ബാങ്കിന്റെ ഞാൻ കാർഡിൽ കണ്ടു, വിജയ ബാങ്കിലെ ഡയറക്ടറായിരുന്നു. വിജയ ബാങ്ക് ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ബാങ്ക് തന്നെയാണ്. അപ്പൊ അതിന്റെ എങ്ങനെ ഇവിടുത്തെ ഡയറക്ടർ ആയിരുന്നു? അത് എന്താ വെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ 2 ഡയറക്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ നോമിനിയായിട്ട്. ഇപ്പൊ VM സുധീറിനൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ യൂണിയൻ ബാങ്കിലായിരുന്നു. അതേപോലെ അത് ഫൈനാൻസ് മിനിസ്റ്ററാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള ഏതൊക്കെ സ്ഥാനങ്ങളിൽ, അതായത് പിന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ, ഇവിടെ നഗർ ജില്ലാ മസ്ദൂർ സേന എന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ട്രേഡ് യൂണിയൻ എൻ്റെയാണ്. ഇവിടുത്തെ വീഡിയോകോൺ കമ്പനിയിൽ 2 കമ്പനിയിൽ യൂണിയൻ എൻ്റെയാണ്. ISMT എന്ന് പറഞ്ഞ വലിയ കമ്പനീൻ്റെ ഇവിടെ. ഇവിടുത്തെ മെയിൻ ട്രേഡ് യൂണിയനും എൻ്റെ തന്നെയാണ്. നഗർ ജില്ലാ മസ്ദൂർ സേന 2000-3000 വർക്കേഴ്സ് ഉണ്ട്. അതിൽ കുറേ വർക്കേഴ്സിനെ ഞാൻ പെർമനൻ്റ് ആക്കി കൊടുത്തു. കോടതിയിലൊക്കെ പോയി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല ഈ കമ്പനിയിൽ? ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നുള്ളൂ വീഡിയോകോണിൽ. അപ്പോൾ ഇവിടെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായം എന്ന് പറഞ്ഞ സമരങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ സമരങ്ങൾ ഇല്ല, സമരമില്ല. നമ്മൾ ഒരു കമ്പനിയും പൂട്ടിക്കില്ല. കമ്പനി നടന്നാൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുള്ളൂ. കമ്പനി നടത്തിക്കൊണ്ട് നമുക്ക് വർക്കേഴ്സിന് മാക്സിമം അവരുടെ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുക. കമ്പനി പൂട്ടിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ഒരു കമ്പനി നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. തുടങ്ങണമെങ്കിൽ അതൊരു പൈസ ഉള്ളവർ തന്നെ വേണം. ഇത്രയും വലിയ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വർക്കേഴ്സിന് കിട്ടാവുന്ന ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ നമ്മളിപ്പോൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന യൂണിയൻസ്, അവരെന്താ വെച്ചാൽ ഈ വർക്കേഴ്സിനെ അവർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അവർ സമരത്തിന് കൊണ്ടുപോകും. അന്ന് കമ്പനി പൂട്ടിക്കോ, ഇന്ന് ഒന്നും ചെയ്യണ്ട. ഇത് പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഇത് എൻ്റെ യൂണിയനാണ്. നഗർ ജില്ലാ മസ്ദൂർ സേനയുടെ പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ എല്ലാം ഞാനാണ് അതിൻ്റെ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ പോലും ഒരു സമരമില്ലാതെ ചർച്ചയിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് വരാത്തത്? അതായത് കമ്പനി പൂട്ടിക്കാതെ സമരം ചെയ്യാൻ അവിടെ അങ്ങനെ ഒരു കാര്യം അതെന്താ വെച്ചാൽ മനുഷ്യർ സ്വാർത്ഥത വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വാർത്ഥത എന്താ? വർക്കേഴ്സിനൊക്കെ കണ്ണ് അവരിൽ നിന്ന് പൈസ കിട്ടുക, അവരിൽ സമരം ചെയ്യിപ്പിക്കുക, ഹർത്താൽ ചെയ്യിപ്പിക്കുക, അവരുടെ ശക്തി പ്രദർശനം കാണിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയെ. ഇവിടെ അതല്ല, ഇവിടെ ആൾക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക, എങ്ങനെയാണ് ഉപജീവനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ തൊഴിലാളി നേതാക്കൾ പലരും മറ്റുള്ള തൊഴിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ ചേട്ടനാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് 150 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 7 റിമോൾഡിങ് ഫാക്ടറി ഉണ്ട്. 150 പേരുണ്ട്. 150-200 എല്ലാവരും കൂടി ഉണ്ടാവും. 7 സ്ഥലത്ത് റിമോൾഡിങ് ഫാക്ടറി പറയുന്നുണ്ട് എനിക്കിപ്പോൾ. 2 സ്ഥലത്ത് ടയർ റബ്ബർ ഉണ്ടാക്കുന്നുണ്ട്, ഈ മാനുഫാക്ചറിങ്, ഈ റിമോൾഡിങ്ങിന് വേണ്ട റബ്ബർ. അപ്പോൾ ഇതിനിടയ്ക്ക്, ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെയാണ് ഈ ഒരാൾക്ക് തന്നെ ഈ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, 2000 തൊഴിലാളികളെന്ന് പറഞ്ഞു ഈ മസ്ദൂർ സേനയുടെ, അവരുടെ ദിനംപ്രതിയുള്ള പ്രശ്നങ്ങളിലൊക്കെ അതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നത്? സമയം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഒരു 80 കിലോമീറ്റർ അകലെയെന്ന് പറഞ്ഞു. ഇപ്പോൾ വീഡിയോകോണിൽ പോയി ഒരു മീറ്റിംഗ് കഴിച്ചപ്പോൾ ഞാൻ എത്തിയുള്ളൂ, 10 മിനിറ്റ് മുമ്പ് എത്തിയുള്ളൂ. അഹമ്മദ്നഗറിലൊരു ഉമ്മൻചാണ്ടിയാണ്, ഉറങ്ങാറില്ല. അങ്ങനെയല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 16 വർഷം ഫുൾ ടൈം പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഒരുപാട് പ്രാവശ്യം ജയിലിൽ പോയി. 40 ദിവസം 50 ദിവസമൊക്കെ ജയിലിൽ കിടന്നു. 4 വർഷം മുന്നേ ഞാൻ 50 ദിവസം ജയിലിൽ കിടന്നത്. ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജയിലിൽ. അല്ല, അത് വേറെ. നെഹ്റു അന്ന് കോട്ടയായിരുന്നു, ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായില്ലായിരുന്നു. ഇവിടെ ഇരുന്നാണോ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്? അപ്പൊ ചേട്ടൻ ഇവിടുത്തെ ജയിലിൽ നിന്ന് എന്തെങ്കിലും പുസ്തകം എഴുതായിരുന്നു? എന്തെങ്കിലും എഴുതായിരുന്നില്ല, ഒരു ആധാരമെങ്കിലും ഇരുന്ന് എഴുതായിരുന്നില്ല? അല്ല, ഇത്രയും ദിവസം ജയിലിൽ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബം ഉണ്ടല്ലോ ഇവിടെ, അവർ ടെൻഷൻ ആയിട്ടുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കുട്ടികൾ ആദ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ പോയാൽ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വലുതായതിനു ശേഷം ഇപ്പോൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ കുറച്ച് വിഷമം തോന്നി. അവരൊന്നും കാണാൻ വരുമ്പോഴേക്ക് മാനസികമായിട്ട് ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ പ്രശസ്തി ആർജിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ നാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ എല്ലാവരും നമ്മളറിയും. ഏത് ഗ്രാമത്തിൽ പോയാലും ഏത് കുട്ടികൾ വരെ തന്നെ അറിയും. ഈ കാർഡ്, വിസിറ്റ് കാർഡിൻ്റെ ഒരു ആവശ്യമില്ലേ? എന്നാൽ അത്രയ്ക്കും 800-1000 ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ മാത്രമല്ല, ബോംബെയിലും ഏത് മിനിസ്റ്റർ എടുത്ത് പോയാലും. കാരണം എൻ്റെ മാതിരി വേറെ പൊളിറ്റീഷ്യൻ ഇല്ല, കണ്ടാലും അവർ 1 മിനിറ്റ് കൊണ്ട് മറക്കില്ലേ. ബാൽ ഠാക്കറെ എന്നെ കണ്ടു കഴിഞ്ഞാൽ സായിബാബ തന്നെ വിളിക്കാന്ന് ചെല്ലുമ്പോൾ. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആൾക്ക് എന്നോടും. ഞാൻ അച്ഛനമ്മയൊക്കെ വന്നിട്ട് ആൾ 2 മണിക്കൂർ ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ. അന്ന് ആരോ അമിതാഭ് ബച്ചനെ കണ്ട ആളെ കാണാൻ വന്നത്, അതുവരെ ക്യാൻസൽ ചെയ്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ കൂടെ ആൾ ചിലവഴിച്ചു. അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴും ആ ഫാമിലിയായിട്ട്. എപ്പോൾ വേണമെങ്കിലും കാണാൻ പോകണമെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. നമ്മളത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് പാർട്ടിയിൽ.
ആത്മാർത്ഥമായി പാർട്ടിയല്ല, എന്ത് കാര്യം ചെയ്യണമെങ്കിൽ 100% ആത്മാർത്ഥതയിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യുന്ന